നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോഹൻ, സർ പ്ലീസ് കം. പറയൂ സർ. ഞാനൊരു കാര്യം ചോദിച്ചാ മോഹൻ സിൻസിയറായിട്ട് റിപ്ലൈ തരണം. ഗന്ധർവനെ കുറിച്ച് മോഹൻ എന്താണ് അഭിപ്രായം? ഗന്ധർവനെ പറ്റി ഞാൻ എന്ത് പറയാനാ സർ? ഞാനിതുവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരാളെക്കുറിച്ച് എനിക്കെന്ത് പറയാൻ പറ്റും? പാറുവിനെ പ്രേമിക്കുന്ന ഒരുത്തനെന്ന് അവള് വിശ്വസിക്കുന്നുണ്ട്. അത്രമാത്രം എനിക്കും അറിയൂ. ഇപ്പൊ എന്തിനാണ് സാർ അയാളെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ഗന്ധർവൻ വീണ്ടും പാർവതിക്ക് പാഴ്സൽ അയച്ചു തുടങ്ങി. ഗന്ധർവൻ എങ്ങനെ പാഴ്സൽ അയക്കാനാ? അതിനൊരു ചാൻസും ഇല്ലല്ലോ. അതെന്താ മോഹൻ ഇത്രയും ഉറപ്പ്? അല്ല, പാഴ്സൽ വന്നിരുന്നെങ്കിൽ പാറു എന്നോട് പറയുമല്ലോ. അവളങ്ങനൊന്നും പറഞ്ഞില്ല. ഇപ്പോ പാർവതി നമ്മളിൽ നിന്നും പലതും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പാഴ്സലിന്റെ കൂടെ വന്ന കത്ത് എന്റെ കയ്യിലുണ്ട്. അത് വായിച്ചപ്പോ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരുമാണ് ഗന്ധർവനെന്ന് എനിക്ക് തോന്നി. അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാ രാവിലെ എല്ലാവരോടും സജഷൻ ബോക്സിൽ കത്തെഴുതിയിടാൻ ഞാൻ പറഞ്ഞത്. ഗന്ധർവന്റെ കൈയക്ഷരവുമായിട്ട് മാച്ച് ചെയ്ത് ആളെ കണ്ടുപിടിക്കാനാണല്ലേ പ്ലാൻ? അതെ, ഗംഭീര ഐഡിയ ആണ് സാർ. എന്നിട്ട് ആളെ കിട്ടിയോ? നോ. എങ്ങനെ മാച്ച് ആവാനാ? പ്രിയൻ ഇവിടെ ഇല്ലല്ലോ. അപ്പോ ഗന്ധർവൻ ഈ കമ്പനിയിലുള്ള ആരും അല്ലേ സാർ? അങ്ങനെ ഉറപ്പിക്കാറായിട്ടില്ല. പ്രിയന്റെ കൈയക്ഷരം കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. പ്രിയന്റെ കയ്യിൽ നിന്ന് ഒരു സജഷൻ ലെറ്റർ എഴുതി വാങ്ങിക്കൊണ്ടുവരാനാവോ മോഹന്? മോഹൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കുന്നതെന്ന് എനിക്കറിയാം. പ്രിയനെ എനിക്ക് വിശ്വാസമാ. ഗന്ധർവൻ അവനല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാനിത് ചോദിക്കുന്ന. അയ്യോ സാർ, അത് സാറ് പറഞ്ഞിട്ട് വേണോ എനിക്കറിയാൻ? സാറിനിപ്പോ പ്രിയന്റെ കൈയക്ഷരത്തിൽ ഒരു കത്ത് കിട്ടിയാ പോരെ? പാറുവിന് വേണ്ടിയും സാറിന്റെ സംശയം മാറാൻ വേണ്ടിയും ഞാനത് ഒപ്പിച്ചോണ്ട് വരാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. എനിക്ക് വേണ്ടിയാണ് ആ ലെറ്റർ മോഹൻ എഴുതി വാങ്ങുന്നതെന്ന് പ്രിയൻ അറിയാൻ പാടില്ല. ഞാൻ പ്രിയനെ സംശയിക്കുന്നുണ്ടെന്ന് പ്രിയന് തോന്നിയ അവനത് ഒരുപാട് വിഷമാവും. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം നയത്തിൽ കൈകാര്യം ചെയ്യണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം സാർ. ഇന്ന് തന്നെ ലെറ്റർ എഴുതി വാങ്ങി ഞാൻ സാറിനെ ഏൽപ്പിക്കാം. താങ്ക്സ് മോഹൻ. മോനെ പ്രിയ, ഞാൻ അറിയാതെ നീ പാറുവിനും പാഴ്സൽ അയച്ചല്ലേ? അപ്പോ നിന്നെ കൊണ്ട് അവളെ മറക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായി. കുറെ ആയില്ലേ നീ ഗന്ധർവനായി നാടകം കളിക്കാൻ തുടങ്ങിയിട്ട്? ആ നാടകം കൈലാസാറ് പൊളിക്കുകയാണെങ്കിൽ ആകട്ടെ. നീ ആരാണെന്ന സത്യം പാറു അറിയുമല്ലോ. അതോടെ നിങ്ങൾ ഒരുമിക്കും. അതിന് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും.